കേരളം ചുട്ടുപൊള്ളുകയാണ്. ഓരോ ദിവസവും സംസ്ഥാനത്ത് താപനില ഉയരുകയാണ്. ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ പ്രദേശങ്ങൾ പരിശോധിക്കാം. സംസ്ഥാനത്ത് കനത്ത ചൂടാണ്. കേരളം ചുട്ടുപൊള്ളുകയാണ്. ഇതിപ്പോൾ ചിലയിടത്തൊക്കെ വേനൽ മഴ ലഭിച്ചിട്ടുണ്ട്. അതായത് ഇടുക്കി ഹൈറേഞ്ചിലും എറണാകുളത്തെ പലയിടങ്ങളിലും. പക്ഷേ വേനൽ ചൂടിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പ്രധാനപ്പെട്ട ഇടങ്ങളിലെ താപനില നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ ചൂട് നമുക്കറിയാവുന്നതുപോലെ തന്നെ പാലക്കാട്ടാണ്. പാലക്കാട്ടെ ചൂട് നോക്കൂ, 39.8 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ചൂട്. അതായത് സാധാരണ നിലയിൽ നിന്ന് 3.3 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് പാലക്കാട്ടെ ചൂട് എന്ന് പറയുന്നത്. ഇനി കൊല്ലം പുനലിലേക്ക് പോയാൽ നോക്കൂ, 38.6 ഡിഗ്രി സെൽഷ്യസ് ആണ് പുനലൂരിലെ ചൂട്. കൊല്ലം ജില്ലയിലും കനത്ത ചൂട് തന്നെയാണ്. ഇവിടെ പുനലൂരിൽ 3.3 ഡിഗ്രി സെൽഷ്യസ് ആണ് അധികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചൂട്. ഇനി വെള്ളാനിക്കരയിലെ കാര്യം നോക്കൂ, 37.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന താപനില എന്ന് പറയുന്നത്. അതായത് സാധാരണ നിലയിൽ നിന്ന് 2.2 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. ഇനി കോട്ടയത്തേക്ക് പോയാൽ നോക്കൂ, 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കോട്ടയത്തെ താപനില. അതായത് സാധാരണ നിലയിൽ നിന്ന് 2.8 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് കോട്ടയത്തെ താപനില. ഇനി കണ്ണൂർ എയർപോർട്ടിലേക്ക് പോയാൽ അവിടെയും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില എന്ന് പറയുന്നത്. ഇനി കോഴിക്കോട്ടെ കാര്യം നോക്കാം. അവിടെ 36.8 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ നിലയിൽ നിന്ന് 2.2 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. ഇനി കൊച്ചി സിയാലിലേക്ക് പോയാൽ 36.5 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന താപനില. അതായത് സാധാരണ നിലയിൽ നിന്ന് 2.1 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. ഇനി തിരുവനന്തപുരം നഗരത്തിലെ കാര്യമെടുക്കാം. 35.6 ഡിഗ്രി സെൽഷ്യസ് ആണ് തിരുവനന്തപുരത്തും. അതായത് തലസ്ഥാനവും ചുട്ടുപൊള്ളുകയാണ്. 1.9 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടുതലായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും കഠിനമായിട്ടുള്ള ചൂടാണ്. ജാഗ്രത വേണം. നന്നായി വെള്ളം കുടിക്കണം. നേരിട്ട് വെയിലേൽക്കാതെ സൂക്ഷിക്കുക. ജാഗ്രത, ശ്രദ്ധ അതുപോലെ തന്നെ തുടരുക.